കാർ റേഞ്ചിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഡൽഹി വാഹനങ്ങളെ പറ്റിയുള്ള റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹിയിലെ യു പി ഹരിയാന അതർ സ്റ്റേറ്റ് വാഹനങ്ങൾ എടുക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ ആഗ്രഹമുണ്ട്. അത്തരം വാഹനങ്ങൾ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ ആഗ്രഹിക്കുന്നതാണ് ഡൽഹി വാഹനങ്ങൾക്ക് ഒരു ക്വാളിറ്റി ഉണ്ടാവും, ആ സബർബിൽ കീപ്പ് ചെയ്യുന്നതും അതുപോലെ തന്നെ സർവീസിൽ ഉള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന വാഹനങ്ങളുമായത് കാരണം വളരെയധികം ക്വാളിറ്റി ആണെന്ന് വിചാരിക്കാറുണ്ട്. അത്തരം വാഹനങ്ങൾക്ക് 10 കൊല്ലത്തിന് ശേഷമുള്ള ഡീസൽ വാഹനങ്ങൾക്ക് 15 കൊല്ലത്തിന് ശേഷമുള്ള പെട്രോൾ വാഹനങ്ങൾക്ക് നിരോധനം ഓൾറെഡി ഡൽഹിയിലുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ തന്നെ വണ്ടിക്ക് NOC കിട്ടാനോ പേപ്പർ വർക്കിന് വേറെ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം ഡൽഹി ഗവൺമെൻറ് തീരുമാനം എടുത്തിരിക്കുകയാണ്, 10 കൊല്ലം കഴിഞ്ഞ് 1 കൊല്ലം കംപ്ലീറ്റ് ആക്കിയ, 15 കൊല്ലം കഴിഞ്ഞ് ഒരു കൊല്ലം കംപ്ലീറ്റ് ആക്കിയ, 11 കൊല്ലം കംപ്ലീറ്റ് ആയ ഡീസൽ വാഹനങ്ങൾക്കും 16 കൊല്ലം കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള പെട്രോൾ വാഹനങ്ങൾക്കും NOC നൽകേണ്ട എന്ന ദൃഢമായിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിനാൽ തന്നെ നമ്മൾ അത്തരൊരു വാഹനം എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ആ വാഹനത്തിന് NOC ലഭിക്കുന്നതല്ലായിരിക്കും. NOC ലഭിച്ചില്ലെങ്കിൽ നമുക്ക് ആ വാഹനം രജിസ്റ്റർ ചെയ്യാനോ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനോ സാധിക്കുന്നതല്ല. ആ വാഹനങ്ങളെ വെഹിക്കിൾ ഡിസ്പോസൽ കാറ്റഗറിയിൽ പെടുത്തി വാഹന രജിസ്ട്രേഷൻ ക്യാൻസലാക്കുന്നതാണ് ഗവൺമെൻറ് പുതിയൊരു രീതി. ഇനിയുള്ള വാഹനങ്ങൾ നിങ്ങൾ എടുക്കുമ്പോൾ ഇത് വളരെയധികം ശ്രദ്ധിച്ച് വേണം വാഹനങ്ങൾ എടുക്കാൻ. പാർട്ടി ഇല്ലെങ്കിൽ ഡീലർ തരുന്ന ഉറപ്പിൻ്റെ പുറത്ത് നിങ്ങൾ വാഹനങ്ങൾ എടുത്ത്